ഗോപികമാരെ മോഹിപ്പിച്ച ആ കള്ളക്കണ്ണൻ, ആ ശ്യാമസുന്ദരൻ, അദ്ദേഹത്തിൻ്റെ താമരമുട്ടുകൾ വിടർന്ന പോലെയുള്ള കണ്ണുകൾ, നിറമാർന്ന പുഞ്ചിരി, അങ്ങനെയെല്ലാം ഗോപികമാരെ മോഹിപ്പിച്ചിരുന്നു. എന്നാൽ അത് കാണാൻ തന്നെ ഇപ്പോൾ വിരഹഗാത്രരായ ഗോപികമാർ കരഞ്ഞു കേഴുകയാണ്. കൃഷ്ണ, അങ്ങ് എവിടെയാണ്? ഗോപികാഗീതം, അതിലെ ശ്ലോകം: ശരദുദാശയേ സാധുജാതസത് സരസിജോദര ശ്രീമുഷാദൃശ സുരതനാഥദേ ശുൽകധാസിക വരദനിഗ്നതോ നേഹ കിം വധ. അർത്ഥം: ശരത്കാലത്ത് പൂർണ്ണമാകും വണ്ണം വികസിച്ച താമരയുടെ വിശാലങ്ങളായിരിക്കുന്ന ദളങ്ങൾ പോലെ സുന്ദരവും വിശാലവുമായ തൃക്കണ്ണുകൊണ്ട് നിഷ്കാമദാസികളായ ഞങ്ങളെ കടാക്ഷിച്ച് അടിമകളാക്കിയ ഹേ കൃഷ്ണ, ആ അങ്ങ് തന്നെ ഇപ്പോൾ അവിടുത്തെ വിരഹമാകുന്ന തീക്ഷ്ണങ്ങളായ വേദനകളെ കൊണ്ട് അതേ ഞങ്ങളെ തന്നെ കൊല്ലുന്നുവല്ലോ. ഹാ കഷ്ടം. ഇനി ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാർത്ഥം: ഏകവും അദ്വിതീയവുമായ ജ്ഞാനസ്വരൂപേണ ഞങ്ങളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഹേ കൃഷ്ണ, വളരെയൊക്കെ നിഷ്കാമകർമ്മ യോഗമനുഷ്ഠിച്ചിട്ടും നാനാത്വ ഭ്രാന്തി നീങ്ങി അദ്വിതീയ ജ്ഞാനമനുഭവിക്കാൻ സാധിക്കാതെ തപിക്കുന്ന ഞങ്ങളെ നാനാത്വ ഭ്രമത്തിനാസ്പദമായ അജ്ഞാനം കൊണ്ടവിടുന്ന് നശിപ്പിക്കുന്നുവല്ലോ. ഹാ കഷ്ടം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാർത്ഥവുമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, ഇത്രയും സുന്ദരമായ സ്വരൂപമുള്ള കൃഷ്ണ, അങ്ങ് ഞങ്ങളെ എത്രയോ മോഹിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങ് തന്നെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞ് അങ്ങേ ഒന്ന് കാണാൻ വീണ്ടും അങ്ങ് തന്നെ മോഹിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഗോപികമാർ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാർത്ഥവും മനസ്സിലായി എന്ന് കരുതുന്നു. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.